അപ്പോൾ ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചിരിക്കുക. അതിൻ്റെ വെച്ച് പ്രോബ്ലം വരും. ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ ടു ട്രാവൽ ദ ഡിസ്റ്റൻസ്. ആ സഞ്ചരിച്ച ആകെ ദൂരം ബൈ സഞ്ചരിക്കാനെടുത്ത ആകെ സമയമാണ് എന്ത് കണ്ടുപിടിക്കുന്ന ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്തൊരു പ്രോബ്ലം ഉണ്ട്. അതിനകത്ത് സഞ്ചരിച്ച ദൂരം അതിനെടുത്ത ടൈം തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ആൻസർ 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. യൂണിറ്റ് ഒന്നും മാറത്തില്ലേ. സ്പീഡും വെലോസിറ്റിയുടെയൊക്കെ യൂണിറ്റ് SI യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. പിന്നെ വലിയ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ പെർ അവർ ആണ്. ഓക്കെ, നമ്മുടെ വണ്ടിയുടെ സ്പീഡൊക്കെ പറയുന്നത് കിലോമീറ്റർ പെർ അവറിലാണ്. അടുത്തത് യൂണിഫോം വെലോസിറ്റി ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റി. ഇതേ ഐഡിയ തന്നെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഐഡിയ തന്നെയാണ്. അവിടെ ഡിസ്റ്റൻസ് മാറി എന്താവുന്നേ ഉള്ളൂ, ഡിസ്പ്ലേസ്മെൻറ്റ് ആവുന്നേ ഉള്ളൂ. യൂണിഫോം വെലോസിറ്റി നോൺ യൂണിഫോം വെലോസിറ്റിയും പറയുമ്പോൾ ഈക്വൽ ഇൻ്റർവെല്ലിൽ എങ്ങനെയായിരിക്കും? നേരത്തെ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു നോക്കുകയാണ്, ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ എന്തായിരുന്നു? യൂണിഫോം സ്പീഡ്. ഇവിടെ നേരത്തെ 2 ഇവിടെ എല്ലാം 2 സെക്കൻഡ് ആയിരുന്നു. ഇവിടെ എല്ലാം എന്തായിരുന്നു? 20 ആയിരുന്നു. എല്ലായിടത്തും 20 ആയിരുന്നു. അപ്പോൾ അവിടെ ഈക്വൽ ഡിസ്റ്റൻസ് ആയിരുന്നു. അത് യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞത്. ഇവിടെ ഈ ഡിസ്റ്റൻസ് മാറി അവിടെ ഡിസ്പ്ലേസ്മെൻ്റ് എന്നായിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് വെലോസിറ്റിന്ന് ഏതായിരുന്നു അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആയിരുന്നു വെലോസിറ്റി. അങ്ങനെ വരുന്ന ഒരു കേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിഫോം വെലോസിറ്റി. എന്താണ് യൂണിഫോം വെലോസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനിഷനായിട്ട് എഴുതാൻ പറ്റുന്നത് നേരത്തെ എഴുതിയ ഡെഫിനിഷനിൽ നമ്മൾ ഡിസ്റ്റൻസ് മാറ്റി എന്താക്കിയാൽ മതി? ഡിസ്പ്ലേസ്മെൻ്റ് ആക്കിയാൽ മതി. ഓക്കെ, ഡിസ്റ്റൻസ് മാറ്റി ഡിസ്പ്ലേസ്മെൻ്റ് ആക്കിയാൽ മതി. എന്താണ് യൂണിഫോം വെലോസിറ്റി എന്ന് വെച്ചാൽ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് കവർ ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് യൂണിഫോം വെലോസിറ്റി. അപ്പോൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ വെലോസിറ്റി മാറി എന്താണ്? പ്രവേഗം. സമപ്രവേഗം എന്നാണ് മലയാളം. സമപ്രവേഗം. നോൺ യൂണിഫോം വെലോസിറ്റി ആകുമ്പം അസമപ്രവേഗം. സമപ്രവേഗം എന്ന് പറഞ്ഞാൽ തുല്യ സമയ ഇടവേളകളിൽ തുല്യ സ്ഥാനാന്തരം വസ്തു സഞ്ചരിച്ചു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് സമപ്രവേഗം. തുല്യം അല്ല എന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അസമപ്രവേഗം. അപ്പോൾ ഇവിടെ നമുക്ക് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ദിശയുടെ ഒരു പ്രശ്നം വരും, ഡയറക്ഷൻ്റെ. അപ്പം നമ്മൾ പറഞ്ഞു ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെലോസിറ്റി എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാണ്? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സോ അതിന് എന്തിന് പ്രാധാന്യമുണ്ട്? ഡയറക്ഷന് പ്രാധാന്യമുണ്ട്. സോ ഡയറക്ഷന് അനുസരിച്ച് നമ്മൾ യൂണിഫോം നോൺ യൂണിഫോം പറയേണ്ടി വരും. ഇവിടെ നോക്കൂ, ഇവിടെ അതാണ് പെട്ടിക്കകത്ത് എഴുതിയിരിക്കുന്നത്. നോക്ക്, ബോക്സിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താണ്? ഇഫ് ദ ഡയറക്ഷൻ ഓഫ് ദ മോഷൻ ചേഞ്ചസ് ദ വെലോസിറ്റി ആൾസോ ചേഞ്ചസ്. നമുക്ക് നേരത്തെ അവിടെ ചേഞ്ച് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറണമെന്ന് നോക്കിയാണ്. നോൺ യൂണിഫോം സ്പീഡിൻ്റെ അവിടെ നോക്കിയാണ് ഡിസ്റ്റൻസ് കണ്ട 2 സെക്കൻഡിൽ 5 മീറ്റർ, അടുത്ത 2 സെക്കൻഡിൽ എത്ര? 15 മീറ്റർ. കണ്ട ഈ ഒരു ഇതാണ് മാഗ്നിറ്റ്യൂഡ്. ഈ മാഗ്നിറ്റ്യൂഡ് മാറിയപ്പോൾ എന്ത് മാറി? സ്പീഡ് മാറി. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് മാറിയപ്പോൾ സ്പീഡ് മാറി. അപ്പം നമുക്ക് പറയാം അതെന്തായി? ചേഞ്ച് ആയി. അത് സ്പീഡ് ചേഞ്ച് ആയപ്പോൾ എന്തെന്ന് പറഞ്ഞു നമ്മൾ? അത് നോൺ യൂണിഫോം സ്പീഡെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ ഈ മാഗ്നിറ്റ്യൂഡ് ചിലപ്പം സെയിം ആവും. സെയിം ആണെങ്കിൽ കൂടി നമുക്കത് യൂണിഫോം എന്ന് പറയാൻ പറ്റില്ല. ഇതേപോലെ 20 മീറ്റർ, ഇവിടെ 2 സെക്കൻഡ്, ഇവിടെ 10 മീറ്റർ പെർ സെക്കൻഡ് തന്നെ വന്ന് കിടക്കും. പക്ഷേ ഇത് മാത്രം നോക്കി നമുക്ക് അവിടെ യൂണിഫോം സ്പീഡ് അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി എന്ന് ഇവിടെ യൂണിഫോം സ്പീഡ് എന്ന് പറയാം, അവിടെ നമുക്ക് യൂണിഫോം വെലോസിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കിയാൽ പോരാ, എന്തും കൂടെ നോക്കണം. ഡയറക്ഷൻ കൂടി നോക്കണം. അപ്പോൾ ആ ഡയറക്ഷനും കൂടെ ചേഞ്ച് ചെയ്യാതെ നിന്നാൽ മാത്രമേ നമുക്കവിടെ എന്ത് ചെയ്യാൻ പറ്റൂ? അത് യൂണിഫോം വെലോസിറ്റി എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റൂ. ഇപ്പോൾ യൂണിഫോം വെലോസിറ്റി ആവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് കണ്ടീഷൻ? മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എന്തായിരിക്കണം? യൂണിഫോം ആയിരിക്കണം, തുല്യമായിരിക്കണം, ഒരേ പോലെ തന്നെ നിൽക്കണം. ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ സർക്കുലാർ മോഷൻ എന്ന് പറയുന്ന മോഷൻ. സർക്കുലാർ മോഷൻ അതായത് വൃത്താകാര സർക്കിളിൻ്റെ ആകൃതിയിലുള്ള ഒരു മോഷനാണ് സർക്കുലാർ മോഷൻ. വർത്തുളനോ എന്നൊക്കെ പറയാം. വൃത്താകാര പാതയിലൂടെയുള്ള ചലനം. അപ്പോൾ അങ്ങനെയുള്ള ചലനങ്ങളിൽ ഓരോ പോയിന്റിലും എന്ത് മാറുകയാണ്? അതിൻ്റെ
ഡയറക്ഷൻ മാറുകയാണ്, വെലോസിറ്റിയുടെ ഡയറക്ഷനും മാറുന്നുണ്ട്. സോ അതൊന്നും യൂണിഫോം വെലോസിറ്റി അല്ല കേട്ടോ. അപ്പോൾ യൂണിഫോം വെലോസിറ്റി അല്ല, പക്ഷേ നമുക്ക് അവിടെ യൂണിഫോം സ്പീഡ് എന്ന് പറയാനും പറ്റും. അതാണ് കുഴപ്പം. അപ്പോൾ യൂണിഫോം സ്പീഡ് എന്ന് പറയുന്ന എല്ലാം നമുക്ക് എന്തെന്ന് പറയാൻ പറ്റില്ല, യൂണിഫോം വെലോസിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല. അതിനൊരു എക്സാമ്പിളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ സർക്കുലാർ മോഷൻ, വൃത്താകാര പാതയിലൂടെയുള്ള ചലനം, വർത്തുള്ള ചലനം ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? ഞാൻ ഇപ്പോൾ പറഞ്ഞ കേസാണ്. എന്താണ്? യൂണിഫോം സ്പീഡാണ്, പക്ഷെ യൂണിഫോം വെലോസിറ്റി അല്ല. അവിടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയാൽ കൂടി എന്ത് സെയിം അല്ല? ഡയറക്ഷൻ സെയിം അല്ല. നമ്മുടെ തറച്ചക്രമൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ അതിനകത്ത് ഒരു അതിൻ്റെ ടാൻജൻറ്റ് കൂടെയാണ്. ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമോ? അതിൻ്റെ അല്ല, തീപ്പൊരി പോകുന്ന ആ ഒരു ഡയറക്ഷനാണ്. ആ ഒരു ഡയറക്ഷനാണ് അവിടുത്തെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ. ഓരോ പോയിന്റിലും അത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്ന മോഷൻ ആയതുകൊണ്ട് തന്നെ അത് യൂണിഫോം വെലോസിറ്റി എന്ന് പറയാൻ എന്താണെന്നേ പറയാൻ പറ്റും, നോൺ യൂണിഫോം വെലോസിറ്റി എന്നേ പറയാൻ പറ്റും. യൂണിഫോം വെലോസിറ്റി എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? മാഗ്നിറ്റ്യൂഡും സെയിം ആവണം, എന്തും സെയിം ആവണം, ഡയറക്ഷൻ ഓഫ് മോഷനും സെയിം ആവണം. അതുകൊണ്ടാണ് ഇവിടെ ഒരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത്, ഇഫ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ചേഞ്ചസ് ദ വെലോസിറ്റി ആൾസോ ചേഞ്ചസ്. A body has uniform velocity if it covers equal displacement in the same direction എന്ന് പറഞ്ഞൊരു പോയിന്റ് കൂടെ ചേർക്കണം. ഒരേ ദിശയിൽ തന്നെ പോകണം, ദിശ മാറാൻ പാടില്ല. ദിശ മാറിയാൽ എന്ത് മാറും? വെലോസിറ്റി മാറും. സോ അത് യൂണിഫോം വെലോസിറ്റി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ എ ബോഡി ഹാസ് യൂണിഫോം വെലോസിറ്റി ഇഫ് ഇറ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. ഓക്കെ, അപ്പോൾ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റും ആയിരിക്കണം, സെയിം ഡയറക്ഷനിലും ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാൻ പറ്റൂ? യൂണിഫോം വെലോസിറ്റി എന്ന് വിളിക്കാൻ പറ്റൂ. ഓക്കെ, യൂണിഫോം വെലോസിറ്റിക്ക് എക്സാമ്പിൾ ആണ് ഇത്. വെൻ ദ ലൈറ്റ് ട്രാവൽസ് ത്രൂ വാക്വം. ലൈറ്റ് വാക്വത്തിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ നോക്കണം, VACUUM ആണ്. അപ്പം വെൻ ദ ലൈറ്റ് ട്രാവൽസ് ത്രൂ വാക്വം, ശൂന്യത. അപ്പോൾ ശൂന്യതയിൽ കൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ അതിന് യൂണിഫോം സമവേഗമാണ്, സമപ്രവേഗമാണ്, വേഗമല്ല സമപ്രവേഗമാണ്. വെലോസിറ്റിയുടെ മലയാളം പ്രവേഗമാണേ. അടുത്ത നോൺ യൂണിഫോം വെലോസിറ്റിക്ക് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് അതപ്പോൾ സാധാരണ കാണുന്ന മിക്കവാറും എല്ലാം നോൺ യൂണിഫോം വെലോസിറ്റിയാണ്. യൂണിഫോം വെലോസിറ്റിയാണ് കുറവ് കേട്ടോ. അതാകുമ്പോൾ ലൈറ്റ് ട്രാവൽസ് ത്രൂ ആക്കുമ്പോൾ നമുക്ക് സൗണ്ടിൻ്റെ കാര്യങ്ങൾ, സൗണ്ടിൻ്റെ ലൈറ്റ് മാറ്റി സൗണ്ട് ആക്കി കഴിഞ്ഞാൽ അത് യൂണിഫോം വെലോസിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. സൗണ്ട് ട്രാവൽസ് ത്രൂ ആക്കും. പക്ഷെ നോൺ യൂണിഫോം വരുമ്പോൾ നമുക്ക് ഏത് വേണോ പറയാം, എക്സാമ്പിൾസ് ഒരുപാട് കിട്ടും. ട്രെയിനോ ബസ്സോ നമ്മുടെ മോഷനൊക്കെ നോൺ യൂണിഫോം ആണ്, നോൺ യൂണിഫോം വെലോസിറ്റി ആണ്. ഓക്കെ, അപ്പോൾ യൂണിഫോം വെലോസിറ്റിക്ക് എക്സാമ്പിൾസ് രണ്ടെണ്ണം പഠിച്ചു വെച്ചേക്ക്. ലൈറ്റ് ട്രാവൽസ് ത്രൂ വാക്കും, സൗണ്ട് ഇൻ എയർ എന്നോ. സൗണ്ടിന് വാക്കത്തിൽ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റില്ല, അത് മറന്നു പോകരുതേ. അപ്പോൾ അതുകൊണ്ട് വാക്കോ എന്ന് പറയരുത് അവിടെ. ലൈറ്റ് ട്രാവൽസ് ത്രൂ വാക്കോ. വാക്കോ എന്ന് പറഞ്ഞാൽ ഇതാണ് ശൂന്യത കേട്ടോ, വായു പോലും ഇല്ലാത്ത അവസ്ഥയാണ് വാക്കോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ അതിനകത്ത്. യൂണിഫോം സ്പീഡ്, നോൺ യൂണിഫോം സ്പീഡ്, യൂണിഫോം വെലോസിറ്റി, നോൺ യൂണിഫോം വെലോസിറ്റി കമ്പയർ ചെയ്ത് പഠിക്കുക. യൂണിഫോം സ്പീഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ എന്തിനാ സ്പീഡിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഏതെന്ന് പറഞ്ഞത് ഡിസ്റ്റൻസ് എന്നാണ് വന്നത്. സോ ആ ഡിസ്റ്റൻസിൻ്റെ കാര്യം ആലോചിക്കുക. ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് യൂണിഫോം സ്പീഡ്. ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ സെയിം എന്തോന്ന് ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ഡയറക്ഷനും കൂടെ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് യൂണിഫോം വെലോസിറ്റി. ഇവിടെ ആണെങ്കിലാ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ ഡിഫറൻറ്റ് ഡിസ്റ്റൻസ് ആണെങ്കിൽ അത് നോൺ യൂണിഫോം സ്പീഡ്. ഡിഫറൻറ്റ് അതിൽ പിന്നെ കുഴപ്പമില്ല, ഡയറക്ഷൻ മാറിയാലോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് അല്ല ഡിസ്പ്ലേസ്മെൻറ്റ് മാറിയാലോ നമുക്ക് എന്താണെന്ന് പറയാം, നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത്രയാണ് ഒരൊറ്റ പോർഷനാണ് ഈ സ്പീഡ് വെലോസിറ്റി എന്ന് പറഞ്ഞ ഒരു പോർഷൻ അവിടെ തീരുകയാണ്. അത് നന്നായിട്ട് പഠിച്ചിട്ടേ അടുത്തതിലോട്ട് പോകാവൂ. ഈ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കുക. അതിൻ്റെ ഡയറക്ഷൻ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഞാൻ പറഞ്ഞ ആ പോയിന്റ് വെച്ചിട്ട് 3 കാറുകളുണ്ട്, അതിൻ്റെ വെലോസിറ്റി യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണോ അതിൻ്റെ കാരണം അതിനകത്ത് തന്നിട്ടുണ്ട്. നിങ്ങളത് വെച്ചിട്ട് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കിയാണ്, കാർ ട്രാവൽഡ് 500 മീറ്റർ ലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിയും അങ്ങനെ തന്നെ സ്ട്രെയിറ്റ് ലൈൻ ഈക്വൽ ഇൻ്റർവൽ. കണ്ട അവിടെ മൂന്നാമത്തെ കാർ കണ്ട 500 മീറ്റർ ലോങ് സർക്കുലാർ പാത്ത്. ആ സർക്കുലാർ പാത്ത് വരുമ്പോഴാണ് കുഴപ്പം. സർക്കുലാർ പാത്ത് വരുമ്പോൾ അവിടെ എന്ത് മാറും, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. അതൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം ആ കണക്ക്. അപ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്താണ് വെലോസിറ്റി ചേഞ്ച് ചെയ്യും. അപ്പോൾ അതൊരിക്കലും
സർക്കുലർ മോഷനിൽ പോകുന്ന ഒരു വസ്തു ഒരിക്കലും എന്താവത്തില്ല, യൂണിഫോം വെലോസിറ്റി ആവത്തില്ല. അത് എപ്പോഴും നോൺ യൂണിഫോം വെലോസിറ്റി ആവേ ഉള്ളൂ. വേണമെങ്കിൽ യൂണിഫോം സ്പീഡ് എന്ന് പറയാം, പക്ഷേ ഒരിക്കലും സർക്കുലർ പാത്ത് ആണെങ്കിൽ ആലോചിച്ചോളണം യൂണിഫോം വെലോസിറ്റി ആയിരിക്കത്തില്ല. കാര്യം ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വെലോസിറ്റി ചേഞ്ച് ചെയ്യും. സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ ഓരോ പോയിന്റിൽ വെച്ച് എന്ത് മാറിക്കൊണ്ടിരിക്കുന്ന മോഷനാണ്, ഡയറക്ഷൻ അഥവാ ദിശ മാറിക്കൊണ്ടിരിക്കുന്ന മോഷനാണ്, ചലനമാണ് കേട്ടോ. സോ അത്രയും ഒന്ന് പഠിച്ചിട്ട് വേണം അടുത്തതിലോട്ട് പോകാൻ. അടുത്ത പഠിക്കാനുള്ളത് ആക്സിലറേഷൻ ആണ്. പുതിയൊരു ടൈമാണ് ആക്സിലറേഷൻ, മലയാളത്തിൽ ത്വരണം. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ത്വരണം. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ആദ്യമേ അങ്ങ് എഴുതുക. എന്താണ് ആക്സിലറേഷൻ? ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. A is equal to v minus u divided by t. v എന്ന് പറഞ്ഞാൽ അവിടെ എഴുതി വയ്ക്കുക. എന്താണ് ഫൈനൽ വെലോസിറ്റി, u ഇനിഷ്യൽ വെലോസിറ്റി, t ടൈം ടേക്കൺ ഫോർ ദ വെലോസിറ്റി ചേഞ്ച്. അത് മൊത്തം എഴുതണേ. v ഇനിഷ്യൽ ഫൈനൽ വെലോസിറ്റി, u ഇനിഷ്യൽ വെലോസിറ്റി, t ടൈം ടേക്കൺ ഫോർ ദ വെലോസിറ്റി ചേഞ്ച്. അപ്പോൾ അത്ര എഴുതി വെച്ചേക്കുക. അതാണ് ആക്സിലറേഷനെ പറ്റി നമുക്ക് എഴുതാനുള്ളത് നോട്ട്സ്. പിന്നെ എന്താണെന്നാണ് ആക്സിലറേഷൻ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി. ഇപ്പോൾ വെലോസിറ്റി എന്താണ് നമ്മൾ പഠിച്ചതാണ്. എന്താണ് വെലോസിറ്റി? യൂണിറ്റ് ടൈമിൽ എടുക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് വെലോസിറ്റി. യൂണിറ്റ് ടൈമിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് വെലോസിറ്റി. ഓക്കെ, അത് മറന്നു പോയത്. ആ യൂണിറ്റ് ടൈമിലുള്ള ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ എങ്ങനെ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ ടൈം ആ ഒരു യൂണിറ്റിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെലോസിറ്റി ഒരേപോലെ പോകുന്ന മോഷനാണ് നമ്മളിപ്പോൾ നേരത്തെ പഠിച്ചത്, യൂണിഫോം വെലോസിറ്റി. ഇനി അതിനേക്കാളും കൂടുതൽ ഉള്ള കേസുകളിലും വെലോസിറ്റി എന്ത് ചെയ്യുകയാണ്, ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഈ ചേഞ്ച് ചെയ്യുന്ന വെലോസിറ്റിക്ക് അനുസരിച്ച് എന്തെങ്കിലും ഒരു ടേം വരുമോ? അങ്ങനെ വന്ന ഒരു ടേമാണ് ആക്സിലറേഷൻ അഥവാ ത്വരണം. അതായത് പ്രവേഗ മാറ്റത്തിനനുസരിച്ച്, പ്രവേഗമാണ് വെലോസിറ്റി, പ്രവേഗ മാറ്റത്തിനനുസരിച്ച് വന്ന ഒരു ക്വാണ്ടിറ്റിയാണെന്ന് പറയുന്നത് ആക്സിലറേഷൻ അഥവാ ത്വരണം. മലയാളം മീഡിയംകാരെ എഴുതുമ്പോൾ ആക്സിലറേഷൻ എന്താണ്? പ്രവേഗ മാറ്റത്തിൻ്റെ നിരക്കാണ് ആക്സിലറേഷൻ. പ്രവേഗ മാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം. പ്രവേഗ മാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം. ചേഞ്ച് ഇൻ വെലോസിറ്റി പ്രവേഗ മാറ്റം ഭാഗം സമയം. അക്ഷരമൊക്കെ സെയിം തന്നെ. ടി എന്ന് പറയുന്നത് പ്രവേഗ മാറ്റത്തിനെടുത്ത സമയം, വി അന്ത്യപ്രവേഗം, യു ആദ്യപ്രവേഗം. അപ്പോൾ അത്രയും പേര് മാറും. അപ്പോൾ നമ്മൾ പറഞ്ഞ് യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ നോക്ക്, നേരത്തെ നമ്മൾ യൂണിഫോം സ്പീഡ് പറഞ്ഞ ഓർമ്മയുണ്ടോ? കണ്ടോ, ഇവിടെ നേരത്തെ യൂണിഫോം സ്പീഡ് പറഞ്ഞാൽ 10 മീറ്റർ പെർ സെക്കൻഡ് ഇങ്ങനെ. ഇപ്പോൾ വെലോസിറ്റി യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കും, 10 തന്നെ ഇരിക്കും. സെയിം ഡയറക്ഷൻ കൂടെ ഇരിക്കും. അപ്പോൾ അത് വളരെ കുറച്ച് കേസേ കാണും. കൂടുതലും നോൺ യൂണിഫോം കേസുകളാണ് നമ്മൾ കൂടുതലും ചുറ്റുപാട് കാണുന്നത്. സ്പീഡ് മാറിക്കൊണ്ടിരിക്കും. ഒരേ സ്പീഡിൽ പോകുന്ന വസ്തുക്കളൊക്കെ വളരെ കുറവാണ്. സ്പീഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ മാറ്റത്തിന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നേരത്തെ പോലെ ഒരു കാറോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം, ഒരു വസ്തു മൂവ് ചെയ്യുകയാണ്. അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഇത്. ABC എന്ന് പറയുന്ന ഓരോ പൊസിഷൻസ് ആണ്. അവിടെ എത്തുമ്പോഴുള്ള ടൈമാണ് കാണിച്ചേക്കുന്നത്. അവിടുത്തെ വേഗതകളാണ് മുകളിൽ കാണിച്ചേക്കുന്നത്. കണ്ട 0 മീറ്റർ പെർ സെക്കൻഡ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോഴയാൾ ഒരു സെക്കൻഡിൽ എത്ര മീറ്റർ സഞ്ചരിച്ചു? 0 മീറ്റർ. അതായത് ഏതവസ്ഥ? നിശ്ചലാവസ്ഥ അഥവാ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. അടുത്തത് ബിയിലോട്ട് എത്തുമ്പോഴോ 5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര മീറ്റർ? 5 മീറ്റർ എന്നുള്ള രീതിയിൽ പോയി. അതായത് പ്രവേഗം എന്ത് ചെയ്തു? പ്രവേഗമാണ് പറയുന്നത്, വെലോസിറ്റിയാണ് പറയുന്നത്. സോ വെലോസിറ്റി എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അതായത് ഇൻക്രീസ് ആയെന്ന് വെച്ചാൽ കൂടി. 0 നിന്ന് 5 എന്ന് ബിയിലോട്ട് എത്തിയപ്പോൾ അതിനടുത്ത സമയം എത്ര? 5 സെക്കൻഡാണ്. 5 സെക്കൻഡ് കൊണ്ട് അയാൾ എന്ന് എവിടെ എത്തി? ബിയിലോട്ട് എത്തി. 5 സെക്കൻഡ് കൊണ്ട്, 5 സെക്കൻഡ് കൊണ്ട് എത്ര മീറ്റർ സെക്കൻഡ് കൂടി? 5 മീറ്റർ പെർ സെക്കൻഡ് കൂടി. അടുത്തത് 5 നിന്ന് 10 സെക്കൻഡ് ആയപ്പോൾ, അതായത് അടുത്ത 5 സെക്കൻഡ് കൊണ്ട് 5 മീറ്റർ പെർ സെക്കൻഡിന് എത്രയിലോട്ടെത്തി? 10ലോട്ടെത്തി. വീണ്ടും അടുത്ത 5 സെക്കൻഡ് കൊണ്ട്, അതായത് 10 നിന്ന് 15 എത്ര സെക്കൻഡ് വീണ്ടും കൂടി? 5 സെക്കൻഡ്. അപ്പോഴയാൾ അതേ വെലോസിറ്റി നിന്നു. അപ്പോൾ നമുക്ക് എന്താ പറയാം? യൂണിഫോം വെലോസിറ്റി അല്ല, ഡയറക്ഷൻ മാറ്റിയിട്ടില്ല, സ്ട്രെയിറ്റ് ലൈനാണ് പോകണം. സോ അതൊരു യൂണിഫോം വെലോസിറ്റിയിൽ നിന്നു. കണ്ട 10 മാറാതെ, കണ്ട 10 തന്നെ നിന്ന്. അപ്പോൾ അതാണ് യൂണിഫോം. ബാക്കി ചേഞ്ച് ആവുന്ന സമയത്തല്ല എന്താണ്? നോൺ യൂണിഫോം വെലോസിറ്റി നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ യൂണിഫോം വെലോസിറ്റി നിൽക്കുന്ന ഏത് പോയിന്റ് വരെ എന്ന് ചോദിച്ചാൽ C തൊട്ട് D വരെ. ബാക്കി എല്ലാം നോൺ യൂണിഫോം ആണ്. കണ്ട അടുത്തത് സ്പീഡ് കുറഞ്ഞ്, സ്പീഡല്ല വെലോസിറ്റി കുറഞ്ഞു. 10 നിന്ന് എത്രയിലോട്ടെത്തി?
6 അപ്പോൾ അവിടെ എത്ര സെക്കൻഡ് കുറഞ്ഞു? 4 മീറ്റർ/സെക്കൻഡ് കുറഞ്ഞു. എത്ര സെക്കൻഡ് തന്നെ? അതും 5 സെക്കൻഡ് തന്നെ. അടുത്ത 5 സെക്കൻഡിൽ വീണ്ടും തിരിച്ച് റെസ്റ്റിലോട്ട് വരികയാണ്, നിശ്ചലാവസ്ഥ വരികയാണ്. കാര്യം അതെങ്ങനെ മനസ്സിലായി? സ്പീഡ് എത്രയായി? 0 മീറ്റർ അല്ല, വെലോസിറ്റി എത്രയായി? 0 മീറ്റർ/സെക്കൻഡ്. അല്ലെങ്കിൽ അയാൾക്ക് സ്പീഡ് കാണും അല്ലേ? അയാൾ മൂവ് ചെയ്യുകയാണെങ്കിൽ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി കാണും. അപ്പോൾ ഇവിടെ നോക്കിയാണ് ഈ ഒരു ചേഞ്ച്, ഈ വെലോസിറ്റിക്ക് ഉണ്ടായ ചേഞ്ച് നമ്മൾ ടൈമിനനുസരിച്ച് മെഷർ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ. ഉദാഹരണത്തിന് നോക്ക്, എയിൽ നിന്ന് ബിയിലോട്ട് അയാൾ പോയപ്പോൾ അയാളുടെ വെലോസിറ്റി 0 നിന്ന് 5 ആയി. അപ്പോൾ ആ 0 വിളിക്കുന്ന പേരാണ് ഇനിഷ്യൽ വെലോസിറ്റി അഥവാ ആദ്യ പ്രവേഗം. ബിയിലെത്തിയപ്പം അയാൾക്കുണ്ടായ പ്രവേഗം എത്ര? 5 മീറ്റർ/സെക്കൻഡ്. അതായത് അന്ത്യപ്രവേഗം 5 മീറ്റർ/സെക്കൻഡ്. അയാൾ ആ 0 നിന്ന് 5 ആക്കാൻ എടുത്ത ടൈമാണ് ഈ 5 സെക്കൻഡ്. 0 മീറ്റർ/സെക്കൻഡ് എന്ന് പറഞ്ഞാൽ പ്രവേഗത്തിൽ നിന്നും വെലോസിറ്റിയിൽ നിന്നും 5 മീറ്റർ/സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയിലോട്ട് എത്തിക്കാൻ എടുത്ത ടൈമാണ് 5 സെക്കൻഡ്. സോ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ആക്സിലറേഷൻ ആൻസർ എന്താ? v - u/t. v എത്രയാ? v 5, u എത്ര? v എന്ന് പറഞ്ഞാൽ അന്ത്യപ്രവേഗം അഥവാ ഫൈനൽ വെലോസിറ്റി ആണ് v കേട്ടോ. ഇനിഷ്യൽ വെലോസിറ്റി u 0. 5 - 0 ഡിവൈഡഡ് ബൈ 5. 5 - 0 ഡിവൈഡഡ് ബൈ 5. 5/5 എന്ന് വരും. 5 5 0 കുറച്ചാൽ എത്ര? 5 തന്നെ. അപ്പോൾ 5/5 എത്ര ആൻസർ? 1 മീറ്റർ/യൂണിറ്റ്. നോക്ക്, സെക്കൻഡ് സ്ക്വയർ. കണ്ടോ? അതങ്ങനെയാണ് വായിക്കുന്നത്, മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷന്റെ യൂണിറ്റ് ആണ് മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. എന്താണ് ആക്സിലറേഷന്റെ യൂണിറ്റ്? മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? v - u/t. v ഫൈനൽ വെലോസിറ്റി, u ഇനിഷ്യൽ വെലോസിറ്റി, t ടൈം ടേക്കൺ. A to b നമ്മൾ 5 എഴുതി വെച്ചു. ഓക്കെ, ഇനി അടുത്തത് b to c നോക്കിയാണ്. b to c ബാക്കി നിങ്ങൾ ചെയ്യണേ. b to c കൂടെ ഞാൻ പറയാം. b to c നോക്കിയാണ്. ബിയിലെത്തിയപ്പോൾ 5 മീറ്റർ/സെക്കൻഡ്, സിയിലെത്തിയപ്പോഴോ 10. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി എത്ര? ആദ്യം ഉണ്ടായിരുന്ന പ്രവേഗം, ആദ്യ പ്രവേഗം 5. അന്ത്യപ്രവേഗം ഫൈനൽ വെലോസിറ്റി എത്ര? 10 മീറ്റർ/സെക്കൻഡ്. ഡിഫറൻസ് എത്ര പ്രവേഗ മാറ്റം ഉണ്ടായി? എത്ര വെലോസിറ്റി ചേഞ്ച് ഉണ്ടായി? 5 നിന്ന് 10 ആയപ്പം ഫൈനൽ മൈനസ് ഇനിഷ്യൽ ചെയ്യണം. 10 - 5, അന്ത്യപ്രവേഗം മൈനസ് ആദ്യപ്രവേഗം. v - u. 10 നിന്ന് 5 കുറച്ചാൽ 5. എത്ര ടൈം കൊണ്ട്? 5. ഇവിടുത്തെ 10 കണ്ടാൽ 10 എടുത്ത് വെക്കരുത്. എത്ര ടൈം കൊണ്ടാണ് 5 നിന്ന് 10 ആയെന്ന് വേണം നോക്കാൻ. അപ്പോൾ 5 സെക്കൻഡിൽ നിന്ന് 10 സെക്കൻഡ് ആവാൻ എത്ര ടൈം എടുത്തു? 5 സെക്കൻഡ് കൂടുതലെടുത്തു. അപ്പോൾ ആ ടൈം ടേക്കൺ എത്ര? 5 തന്നെ. സോ അവിടെ ആൻസർ എന്ത് വരും? ഇനിഷ്യൽ വെലോസിറ്റി 5, ഫൈനൽ വെലോസിറ്റി 10. സോ v - u എത്ര? 10 - 5 സമയം എത്ര തന്നെ? 5 മീറ്റർ/സെക്കൻഡ്. ടൈം ടേക്കൺ 5 തന്നെ. അവിടെ 5/5 ആൻസർ എത്ര? 1 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷൻ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. 1 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നാണ് ഞാൻ അടുത്ത പറയുന്നത്. നോക്കൂ, 1 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ ആക്സിലറേഷൻ അഥവാ ത്വരണം 1 സെക്കൻഡിൽ 1 മീറ്റർ/സെക്കൻഡ് ഇൻക്രീസ് ആയി എന്നാണ്. 1 സെക്കൻഡിൽ 1 മീറ്റർ/സെക്കൻഡ് ഇൻക്രീസ് ആയി. അപ്പോൾ 1 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അതിന്റെ വെലോസിറ്റി 1 സെക്കൻഡിൽ 1 മീറ്റർ/സെക്കൻഡ് കൂടി. അതാണ് ആക്സിലറേഷൻ 1 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? 1 സെക്കൻഡ് കൊണ്ട് വെലോസിറ്റി എത്ര മീറ്റർ/സെക്കൻഡ് മാറി? 1 മീറ്റർ/സെക്കൻഡ് മാറി. അപ്പോൾ 2 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തായിരിക്കും? 1 സെക്കൻഡ് കൊണ്ട് വെലോസിറ്റി 2 മീറ്റർ/സെക്കൻഡ് മാറി എന്നാണ് അർത്ഥം. ആ മാറ്റം, പ്രവേഗ മാറ്റം എത്രത്തോളം ഉണ്ട്? 1 സെക്കൻഡിൽ, യൂണിറ്റ് ടൈമിൽ എത്ര ചേഞ്ച് ഇൻ വെലോസിറ്റി വരും? എത്ര വെലോസിറ്റിയിൽ എത്ര ചേഞ്ച് ഉണ്ടാവും എന്നുള്ള ക്വാണ്ടിറ്റിയാണ് ആക്സിലറേഷൻ. ഓക്കെ, അപ്പം അത് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് C to D, അതുകൊണ്ട് പറയാം. C to D നോക്ക്. സിയില് 10 മീറ്റർ/സെക്കൻഡ് ആണ് പ്രവേഗം അഥവാ വെലോസിറ്റി. ഡിയില് 10 തന്നെ. സോ ഇനിഷ്യലും ഫൈനലും എത്ര തന്നെ വരും? 10 തന്നെ വരും. v - u ചെയ്യുമ്പോൾ 0 വരും. ടൈം ടേക്കൺ എത്ര എടുത്താലും നമ്മളെ ന്യൂമറേറ്റർ 0 ആയതുകൊണ്ട്, അംശം 0 ആയതുകൊണ്ട് ആൻസർ എന്ത് വരും? 0 വരും. സോ ആക്സിലറേഷൻ എന്ത് വരും? 0 വരും. ആക്സിലറേഷൻ 0 എന്നതിൻ്റെ അർത്ഥം എന്താ? ആക്സിലറേഷൻ എന്ന് പറഞ്ഞ ടേം എന്താണ് അളക്കുന്നത്?
ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ച് എത്രയെന്നാണ് അളക്കുന്നത്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ച് എത്രയെന്നാണ് നമ്മൾ അളക്കുന്നത് ആക്സിലറേഷൻ എന്ന് പറഞ്ഞ ടേം. അപ്പം അത് 0 വന്നെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അതിന്റെ ചേഞ്ച് ഇല്ലെന്നാണ്. അതിന് ചേഞ്ച് ഇല്ലെന്ന്, ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് മുകളിലിരിക്കുന്നത്, അതിന് ചേഞ്ച് ഇല്ല. അതായത് വെലോസിറ്റിക്ക് എന്തില്ല, അത് 0 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി എന്തായെന്നാണ്? 0 ആയെന്നാണ്. ഓക്കെ, അപ്പം വെലോസിറ്റി 0 ആയെന്ന് പറഞ്ഞാൽ വെലോസിറ്റി ചേഞ്ച് 0 ആയെന്നാണ്. വെലോസിറ്റി ചേഞ്ച് 0 ആയെന്നാണ്. അപ്പോൾ വെലോസിറ്റി ചേഞ്ച് 0 ആയെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഒരേ വെലോസിറ്റി ആണെന്നാണ്. കണ്ട, ഇവിടെയും 10 ഇവിടെയും 10. സോ അതിന്റെ വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല. വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ലെങ്കിൽ എന്തില്ല? ആ ഒരു ആക്സിലറേഷൻ അഥവാ ത്വരണം എന്ന് പറഞ്ഞ ടൈമിന് പ്രാധാന്യമില്ല. സെയിം വെലോസിറ്റി, സോ എന്ത് 0? ആക്സിലറേഷൻ 0. അതൊരു യൂണിഫോം വെലോസിറ്റി ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആക്സിലറേഷൻ 0 എന്ന യൂണിഫോം വെലോസിറ്റി ആണ് അവിടെ എന്ന് മനസ്സിലാക്കുക. സോ മറന്നു വരുത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതൊന്ന് ചെയ്തു നോക്കുക കേട്ടോ. A food packet from a helicopter reaches the ground in 5 seconds. The velocity with which ground is 50 meter per second. What is acceleration? അപ്പോൾ പാക്കറ്റ് എറിയാണ്, ഹെലികോപ്റ്റർ പോകണം 50 മീറ്റർ പെർ സെക്കൻഡിലാണ്, 5 സെക്കൻഡ് കൊണ്ടാണ് അത് ഗ്രൗണ്ടിലോട്ട് എത്തുന്നത്. ഫുഡ് പാക്കറ്റ് ഹെലികോപ്റ്റർ എന്ന് പറയുന്ന കേസാണ് പറയുന്നത്. അപ്പോൾ ഫുഡ് പാക്കറ്റ് താഴെ വീഴുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എത്രയാവും? താഴെ വീഴുമ്പോൾ അത് റെസ്റ്റിലോട്ട് ആവത്തില്ലേ? അപ്പോൾ അതിൻ്റെ വെലോസിറ്റി 0 ആവും. അതാണ് അവിടുത്തെ പോയിന്റ്. ഓക്കെ, അത് മറന്നു പോകരുത്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി, അത് ഫുഡ് എറിയുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി 50 മീറ്റർ പെർ സെക്കൻഡും അത് താഴെ ഗ്രൗണ്ടിൽ വീഴുമ്പം അത് എത്രയായിട്ട് മാറും? 50 0 മാറും. എത്ര സെക്കൻഡ് കൊണ്ടാണ് താഴെ എത്തിയത്? 5 സെക്കൻഡ് കൊണ്ടാണ്. സോ അവിടെ വി എത്ര വരും? വി ഇനിഷ്യൽ വെലോസിറ്റി എത്ര വരും? ഇനിഷ്യൽ വെലോസിറ്റി 50, ഫൈനൽ വെലോസിറ്റി 0, ടൈം 5. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ആൻസർ നെഗറ്റീവ് വരും. നോക്കാം നമുക്ക്. അതിനകത്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്ന ടേം ഉണ്ട്, അതൊന്ന് കേട്ടോ. ആക്സിലറേഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ ഒബ്ജക്റ്റ് falling down freely due to gravitational force of earth is called is the acceleration of the place. അപ്പം ആക്സിലറേഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ ഒബ്ജക്റ്റ് falling, ഇപ്പം ഒരു വസ്തു താഴോട്ട് വീഴുമ്പോൾ അതിന് സ്പീഡ് അതിൻ്റെ വെലോസിറ്റി ഒരിക്കലും എന്താകത്തില്ല, ഒരേ വെലോസിറ്റി ആവില്ല. താഴോട്ട് വരുന്തോറും അതിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് അത് ആക്സിലറേറ്റഡ് മോഷനിലാണ് താഴോട്ട് വീഴുന്നൊരു വസ്തുവിൻ്റെ ഓരോ സെക്കൻഡിലും അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അത് ആര് കാരണമാണ്? അത് ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമാണ്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഈ ഗുരുത്വാകർഷണ ബലം കാരണം താഴോട്ട് വീഴുന്ന, സ്വന്തമായി താഴോട്ട് വീഴുന്ന ഒരു വസ്തുവിനുണ്ടാകുന്ന ത്വരണത്തിന് വിളിക്കുന്ന പേര്, ആക്സിലറേഷനെ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇതിനെപ്പറ്റി നമ്മൾ 9ാം ക്ലാസ്സിൽ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു പാഠം തന്നെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി. നമ്മുടെ ഗുരുത്വാകർഷണ ബലം മൂലം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൂലം ഉണ്ടാകുന്ന ആക്സിലറേഷനെ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ സ്മോൾ ലെറ്റർ ജി. ജി എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞ ടേമാണ്. ആക്സിലറേഷൻ്റെ ഒരു വേറൊരു ടേമാണ്. ആക്സിലറേഷൻ തന്നെയാണ് റിട്ടാർഡേഷനും, പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും വെലോസിറ്റി ചേഞ്ച് ഇൻക്രീസ് ആണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളിപ്പോൾ വാഹനങ്ങളിലൊക്കെ ആക്സിലറേറ്റർ ഉപയോഗിക്കുന്നത് എന്തിനാണ്? സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി എന്ത് ചെയ്യാനാണ്? കൂട്ടാനാണ് അല്ലേ? ആക്സിലറേഷൻ എന്ന് പറയുന്ന ടേം എപ്പോഴും സൂചിപ്പിക്കുന്ന വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന ഒരു ഇൻക്രീസ് ആണ്, ചേഞ്ച്, വെലോസിറ്റി ചേഞ്ച് ഇൻക്രീസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആക്സിലറേഷനെ വിളിക്കുന്ന പേരാണ് റിട്ടാർഡേഷൻ. അഥവാ നമ്മളൊരു വണ്ടി ബ്രേക്ക് ചെയ്യുമ്പോൾ വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കും? വെലോസിറ്റി കുറയും. അപ്പോൾ ആ വെലോസിറ്റി കുറയുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റിനെക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ കുറയ്ക്കുമ്പോൾ ആൻസർ വരുമ്പോൾ നെഗറ്റീവ് വരും. വി മൈനസ് യു ചെയ്യുമ്പോൾ എന്ത് വരും? ആൻസർ നെഗറ്റീവ് വരും. നേരത്തെ ചെയ്ത പ്രോബ്ലം ഒക്കെ ചെയ്ത് നോക്കിയാൽ മതി. അവിടെയൊക്കെ ആക്സിലറേഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ആൻസർ നെഗറ്റീവ് വരും. അങ്ങനെ നെഗറ്റീവ് വരുന്ന ആൻസർ ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ വെലോസിറ്റി എന്ത് ചെയ്യല്ല, ഇൻക്രീസ് ചെയ്യല്ല, ഡിക്രീസ് ചെയ്യാണ്. അങ്ങനെയുള്ള ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണ്, അങ്ങനെയുള്ള ആ ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് റിട്ടാർഡേഷൻ. സോ റിട്ടാർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്, വെലോസിറ്റി ഡിക്രീസ് ആവുക. അപ്പോൾ ഇൻക്രീസ് ആവുന്ന കേസാണ് ആക്സിലറേറ്റഡ് മോഷൻ. നമ്മുടെ വെലോസിറ്റി കുറഞ്ഞു വരുന്നതാണെന്ന് പറയുന്നത് റിട്ടാർഡേഷൻ മോഷൻ. രണ്ടിനും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഒക്കെ തന്നെയാണ് യൂണിറ്റ്. പക്ഷേ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ ഹെഡിങ് എടുത്തിട്ട് അവിടെ എഴുതേണ്ട കാര്യം എന്താണ്? നെഗറ്റീവ് ആക്സിലറേഷൻ ഈസ് കോൾഡ് റിട്ടാർഡേഷൻ. ആക്സിലറേഷൻ നെഗറ്റീവ് ആണെങ്കിൽ, നെഗറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ സൈനും കൂടെയാണ്, മാത്രമല്ല വെലോസിറ്റി
ഡിക്രീസ് ആവുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, അതൊന്നും ആലോചിച്ച് വെക്കുക. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. ഓക്കെ, താഴെ പറയുന്നതിൽ ആക്സിലറേഷൻ ആണോ ഡിസിലറേഷൻ അഥവാ റിട്ടാർഡേഷൻ ആണോ എന്ന് നോക്കുക. എ ബാൾ റോളിംഗ് ഓൺ എ ലെവൽ ഗ്രൗണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾസിലെല്ലാം നമ്മൾ നോക്കാനുള്ള അതിൻ്റെ വെലോസിറ്റി, നമ്മുടെ സാധാ മൈൻഡിൽ വരുന്ന എന്താണ് വേഗത, അത് ആലോചിച്ചാലും മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ വെലോസിറ്റി കൂടുന്നു കുറയുന്നു എന്നാണ്. എ ബാൾ റോളിംഗ് ഓൺ എ ലെവൽ ഗ്രൗണ്ട്. ഒരു നിരപ്പായിട്ടുള്ള ഒരു ഗ്രൗണ്ടിൽ കൂടെ ഒരു പന്ത് ഉരുട്ടി വിടുകയാണ്. അപ്പോൾ അതിന് ആക്സിലറേഷൻ ആണ് റിട്ടാർഡേഷൻ ആണ് എന്ന് ആലോചിച്ച് നോക്കിയാണ്. നമ്മൾ അത് ഉരുട്ടി വിടുമ്പോൾ അതിൻ്റെ വേഗത കൂടോ കുറയോ? വേഗത കൂടുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. പന്ത് ഉരുട്ടി വിടുമ്പോൾ നമ്മൾ ഉരുട്ടി വിട്ടതിനേക്കാളും സ്പീഡിന് ഉരുട്ടി വിട്ടതിനേക്കാളും പ്രവേഗത്തിൽ അതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയാണോ സംഭവിക്കുന്നത്? അല്ലല്ലോ. കുറേ നേരം ഉരുണ്ടിട്ട് ചെയ്യും, അത് പയ്യെ അത് റെസ്റ്റിലോട്ട് നിശ്ചലാവസ്ഥയിലോട്ട് വരും. നമ്മൾ എത്ര സ്പീഡിന് ഉരുട്ടിയാലും അത് കുറേ കഴിയുമ്പോൾ അതിലോട്ട് വരും, റെസ്റ്റിലോട്ട് വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിനകത്ത് ഒരു ഫ്രിക്ഷൻ അഥവാ ഒരു ഘർഷണ ബലമുണ്ട്. തറ പരുവരുത്താണെങ്കിൽ അല്ലെങ്കിലും അതിനകത്ത് ഒരു ഫ്രിക്ഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും ആ ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം ഈ ബോളിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യും, കുറഞ്ഞു വരികയല്ലേ. അപ്പോൾ അവിടെ എന്ത് മോഷനാണത്? റിട്ടാർഡഡ് മോഷനാണ്. വെലോസിറ്റി കുറയുകയാണ്. ഇനി ട്രെയിൻ സ്റ്റാർട്ടിങ് ഫ്രം ദ സ്റ്റേഷൻ. ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം റെസ്റ്റിലായിരുന്നു, ഇപ്പോൾ എടുത്തു തുടങ്ങിയുള്ളൂ. അപ്പോൾ പയ്യെ അതിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യും, കൂടി വരികയാണ് അല്ലേ. അപ്പോൾ അതെന്ത് മോഷനാണ്? ആക്സിലറേറ്റഡ് മോഷനാണ്. അടുത്ത നിങ്ങൾ പറയാം മോഷൻ ഓഫ് എ സ്റ്റോൺ ത്രോൺ അപ്പ് ആൻഡ് വെൻ ഇറ്റ് ഗോസ് അപ്പ് ആൻഡ് കംസ് ഡൗൺ. ഒരു കല്ലെടുത്ത് മുകളിലോട്ട് എറിയുന്നു, മുകളിലോട്ട് എറിയുമ്പോഴും താഴോട്ട് വീഴുമ്പോഴുള്ള മോഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. മുകളിലോട്ട് എറിയുമ്പോൾ കല്ലിൻ്റെ വേഗത അല്ലെങ്കിൽ എൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യുകയാണ്, കൂടുകയാണോ കുറയുകയാണോ? മുകളിലോട്ട് എറിയുമ്പോൾ കൂടുകയാണെങ്കിൽ അങ്ങ് പോയേനെ, നമുക്ക് എളുപ്പമുണ്ടായിരുന്നു റോക്കറ്റൊക്കെ ഇവിടെ. മുകളിലോട്ട് എടുത്ത് കഴിഞ്ഞാൽ എല്ലാവരും ആക്സിലറേറ്റഡ് മോഷനായിട്ട് അങ്ങ് വെളിയിൽ പോയതിനില്ല. അപ്പോൾ ഇവിടെ കൂടെയല്ല, എന്താണ്, കല്ല് മുകളിലോട്ട് എറിയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞാണ് വരുന്നത്, കുറഞ്ഞ് സീറോയിലെത്തും. അപ്പോൾ മുകളിലോട്ട് എറിയുമ്പോൾ റിട്ടാർഡേഷനും തിരിച്ച് വരുമ്പോൾ ആക്സിലറേഷനും ആണ്. അപ്പോൾ അത് മറന്നു പോകരുത്. അപ്പോൾ ഇവിടെ ത്രോൺ അപ്പ് ആകുമ്പോൾ റിട്ടാർഡേഷനും, കംസ് ഡൗൺ ആകുമ്പോൾ എന്താണ്, കല്ല് താഴോട്ട് വരുമ്പോൾ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണം അതിൻ്റെ ആക്സിലറേഷൻ ആണ് അതിന് സംഭവിക്കുന്നത്. അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. താഴോട്ട് വീഴുന്തോറും ഇൻക്രീസ് ആകും കേട്ടോ. നമുക്ക് ആക്സിലറേഷൻ അനുഭവപ്പെടും. ആര് കാരണം? ഗുരുത്വ ബലം കാരണം, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാരണം. ഇനി സ്പീഡിനെ പറ്റിയൊക്കെ പറയുന്നതാണ് അടുത്തത്. ഓവർ സ്പീഡും ആക്സിഡൻസിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. ഒരുപാട് സ്പീഡ് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആക്സിഡൻസിനെ കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന കാരണമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, സ്പീഡെന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ റോഡ് സേഫ്റ്റിയും കാര്യങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട പോസ്റ്റേഴ്സൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പഠിക്കാനുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത നമ്മൾ ഈ പാഠത്തിലെ പ്രോബ്ലം സെക്ഷനിലോട്ട് പോകുകയാണ്. ഇതിനായിട്ട് നമുക്ക് പഠിച്ച കാര്യങ്ങളെല്ലാം നന്നായിട്ട് നോക്കിയിട്ട് വേണം ഈ ഒരു വീഡിയോ കാണുന്നത്. നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്. നമുക്ക് ഇതിനകത്ത് ഒരൊറ്റ പ്രോബ്ലത്തിനകത്ത് നമ്മൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും സ്പീഡും വെലോസിറ്റിയും കാണുന്നതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഇതുപോലൊരു പ്രോബ്ലം നമുക്ക് ഇതിനകത്തും ഉണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാം കാണിച്ചിട്ടില്ല, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും അല്ലെങ്കിൽ സ്പീഡോ വെലോസിറ്റിയോ കാണിച്ചിട്ടുള്ളൂ. നമ്മളെല്ലാം കൂടെ ഒറ്റ പ്രോബ്ലത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്താണെന്ന് ഓർത്തിരിക്കണം, ഡിസ്പ്ലേസ്മെൻറ്റ് വേണം, സ്പീഡ് എന്താണെന്ന് അറിയണം, വെലോസിറ്റി എന്താണെന്ന് അറിയണം. 4 കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം ഈ പ്രോബ്ലം നോക്കാം. അപ്പോൾ പ്രോബ്ലം ആദ്യം എന്താണെന്ന് ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, ശ്രദ്ധിക്കുക. ഒരാൾ എയിൽ നിന്ന് ട്രാവൽ ചെയ്ത് ബിയിലെത്തുന്നു, ബിയിൽ നിന്ന് സിയിലെത്തുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, എയിൽ നിന്ന് സിയിലോട്ട് പോകുന്നു ത്രൂ ബി, ബിയിലൂടെ എയിൽ നിന്ന് സിയിലോട്ട് പോകുന്നു. എ മുതൽ ബി വരെയുള്ള ദൂരം എത്ര? 10 മീറ്റർ. ബിയിൽ നിന്ന് സിയിലോട്ടുള്ള ദൂരം 24 മീറ്റർ. എയിൽ നിന്ന് സിയിലോട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 26 മീറ്റർ. ആരോ സൂചിപ്പിക്കുന്നു അയാൾ അതിലൂടെ ട്രാവൽ ചെയ്തെന്നാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അയാൾ ട്രാവൽ ചെയ്ത ഈ പാത്താണ് കണ്ടോ, ഇത് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് അവർ നമ്മളെ ഇൻഫർമേഷന് വേണ്ടി പ്രോബ്ലത്തിന് ആവശ്യമുള്ളതുകൊണ്ട് അത് തന്നിരിക്കുന്നതാണ് 26 മീറ്റർ. അപ്പോൾ നോക്കാം, ഓരോ പൊസിഷനിലുള്ള എന്തൊക്കെ കണ്ടുപിടിക്കണം? ഡിസ്റ്റൻസ് വേണം, ഡിസ്പ്ലേസ്മെൻറ്റ് വേണം, സ്പീഡ് വേണം, വെലോസിറ്റി വേണം. അപ്പോൾ ഓരോന്ന് എന്താണെന്ന് പഠിച്ചിട്ട് വേണം ഇതിലോട്ട് വരാൻ. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഡിസ്റ്റൻസ് ലെങ്ത് ഓഫ് ദ പാത്ത്.
ക്വസ്റ്റ്യൻസ് നോക്കൂ. എ ടു ബി, ബി ടു സി, എ ടു സി, 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്ന് ബിയിലോട്ടാണ് അത് ആദ്യം പോയത് അല്ലേ? അപ്പൊ ആ സമയത്ത് അയാൾ സഞ്ചരിച്ച ദൂരം അഥവാ ഡിസ്റ്റൻസ് എത്രയാണ്? എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ അത് നോക്കൂ. എത്ര മീറ്റർ ഉണ്ട്? 10 മീറ്റർ. അയാൾ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഇതാണ് അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ പൊസിഷൻ, ഇതാണ് ഫൈനൽ പൊസിഷൻ. അവ തമ്മിലുള്ള സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസും എത്ര തന്നെയാണ്? അയാൾ നേർരേഖ കൂടെ പോയോണ്ട് ആ സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസും എത്ര തന്നെയാണ്? 10 മീറ്റർ തന്നെയാണ്. അപ്പോൾ സ്ട്രൈറ്റ് ലൈൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? അല്ല ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയാൻ പറ്റില്ല. ഇത് ഇങ്ങനെ ഒരു പാത്തായിരുന്നെങ്കിൽ അതിന് നമുക്കെന്തെന്ന് പറയാൻ പറ്റില്ല, സ്ട്രൈറ്റ് ലൈൻ പാത്ത് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ സ്ട്രൈറ്റ് ലൈൻ പാത്താണ് അദ്ദേഹം സഞ്ചരിച്ചത്. അതുകൊണ്ട് തന്നെ അത് എത്രയാണ്? എന്ന് ബിയിൽ ഉള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കൂടെയാണത്. ഇപ്പോഴും ഡിസ്പ്ലേസ്മെന്റ് നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളതാണ് ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ്. അതായിരിക്കും അവിടുത്തെ ഏറ്റവും എളുപ്പമുള്ള ഷോർട്ട് കട്ട്. അതായത് സ്ട്രൈറ്റ് ലൈൻ പാത്ത് ആയിരിക്കും അവിടുത്തെ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് ബിയിലോട്ട് എത്താൻ. അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് വഴിയായിരിക്കും അത്. അപ്പോൾ ഇവിടെ എത്ര മീറ്റർ ആണത്? 10 മീറ്റർ. ഇനി തന്നേക്കുന്ന നോക്കൂ, ടൈം 5 സെക്കൻഡ്. ടൈം എന്തിനാണ് ഇവിടെ തന്നേക്കുന്നത്? ഞാൻ പറഞ്ഞു ഇതിനകത്ത് എന്തുകൂടെ കാൽക്കുലേറ്റ് ചെയ്യണം? സ്പീഡും വെലോസിറ്റിയും കാണും. സോ ടൈം എത്ര സെക്കൻഡ് ആണ്? 5 സെക്കൻഡ് ആണ് തന്നിരിക്കുന്നത്. 5 സെക്കൻഡ്. 5 സെക്കൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? എന്ന് ഈ 10 മീറ്റർ ട്രാവൽ ചെയ്ത് എവിടെ എത്താൻ, ബിയിൽ എത്താൻ എടുത്ത ടൈമാണ് ഇത്ര 5 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് എത്താം. സ്പീഡിന്റെ ഇക്വേഷൻ എവിടെ എഴുതിയിട്ടുണ്ട്? എന്താണ് സ്പീഡ് ഇക്വേഷൻ? ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡിന്റെ യൂണിറ്റ് എന്തുവാ? മീറ്റർ പെർ സെക്കൻഡ്. സോ ഡിസ്റ്റൻസ് എത്ര? 10 മീറ്റർ. ടൈം എത്ര? 5. സോ അതെങ്ങനെ ചെയ്യും? 10 ഡിവൈഡഡ് ബൈ 5 ആണ് അവിടുത്തെ സ്പീഡ്. 10 by 5 എത്ര? 2 മീറ്റർ പെർ സെക്കൻഡ്. അതാണ് അവിടെ 2 മീറ്റർ പെർ സെക്കൻഡ് എഴുതിയത്. ഓക്കെ, ഇത് നേരത്തെ ചെയ്യുന്നതാണ്. 2 മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡ്. അടുത്ത വെലോസിറ്റി എത്ര? അതും 2. അത് ഇന്ന് കോപ്പി അടിച്ച് എഴുതിയതാണ് 2 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെ കണ്ടുപിടിക്കരുത്. അത് എല്ലായിടത്തും ഇവിടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും സെയിം ആയിട്ടാണ് രണ്ടിടത്തും 2 വന്നത്. അത് നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്താണ് എടുക്കാനുള്ള? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അങ്ങനെ എടുക്കുക. ഡിസ്പ്ലേസ്മെന്റ് എത്ര? ഇവിടെയും 10 തന്നെയാണ്. ടൈം മാറൂല. രണ്ടിനും എത്ര തന്നെ? 5 സെക്കൻഡ് തന്നെ. കാരണം എന്ന് ബിയിലെത്താൻ എടുത്ത ടൈമാണ് എന്തോന്ന്? 5 സെക്കൻഡ്. ഓക്കെ, എന്ന് ബിയിലേക്ക് എത്താൻ എടുത്ത ടൈമാണ് 5 സെക്കൻഡ്. സോ ടൈം മാറത്തില്ല. ടൈം എത്ര തന്നെ? 5 സെക്കൻഡ് തന്നെ. സോ 10 ഡിവൈഡ് ബൈ 5 അതും എത്ര തന്നെ വരും? 2 മീറ്റർ പെർ സെക്കൻഡ്. അല്ലാതെ ഇത് അതേപോലെ കോപ്പി ചെയ്തതല്ല. അവിടെ ഡിസ്പ്ലേസ്മെന്റും സെയിം ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് പഠിക്കുന്നതെന്ന് പറയുന്നത്. അടുത്ത ബി ടു സി. ബിന്ന് സിയിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര മീറ്റർ അകലമുണ്ട്? 24 മീറ്റർ അകലമുണ്ട്. 24 മീറ്റർ ആകുമ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് എത്ര? ബി ടു സി ആകുമ്പോൾ 24 മീറ്റർ. ബിന്ന് സിയിലോട്ടാണ് പറയുന്നത്. അപ്പൊ ഇനിഷ്യൽ പൊസിഷൻ ബി, ഫൈനൽ പൊസിഷൻ സി. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള പാത്ത് ലെങ്ത് എത്ര? 24. ഓക്കെ, അടുത്തത് ഡിസ്പ്ലേസ്മെന്റ് എത്ര? സ്ട്രൈറ്റ് ലൈൻ ആണ്, അതുകൊണ്ട് എത്ര തന്നെ? 24 തന്നെ. ഇനിഷ്യൽ പൊസിഷൻ ബി, ഫൈനൽ പൊസിഷൻ സി, സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് എത്ര? 24. അതിനടുത്ത ടൈം എത്രയെന്നാണ് തന്നേക്കുന്നത്. അടുത്ത എത്ര? 25 അല്ലേ? ഇത് 12 സെക്കൻഡ് ആണ്. 12 സെക്കൻഡ്. ഇത് 5 സെക്കൻഡ് ആണ്. ഓക്കെ, മറന്നു പോയത്. അപ്പൊ 5 സെക്കൻഡ്, ഇത് 12 സെക്കൻഡ്. ബിന്ന് സിയിലെത്ത എത്ര? 12 സെക്കൻഡ്. സോ സ്പീഡ് എത്ര വരും? 24 ഡിവൈഡഡ് ബൈ 12. ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ബൈ ടൈം അത്രയാണ് 2 മീറ്റർ പെർ സെക്കൻഡ്. 24 by 12 ചെയ്ത് നോക്കിയാൽ 24 by 12 ചെയ്ത് നോക്കുമ്പോൾ ആൻസർ വരും 2 മീറ്റർ പെർ സെക്കൻഡ്. നെക്സ്റ്റ് അടുത്തത് വെലോസിറ്റി. ഡിസ്പ്ലേസ്മെന്റ് 24 ആയതുകൊണ്ട് വെലോസിറ്റി എത്ര തന്നെ വരും? 2 മീറ്റർ പെർ സെക്കൻഡ് തന്നെ വരും. കാരണം ടൈം മാറില്ല. ടൈം 12 സെക്കൻഡ് തന്നെയാണ്. ബിന്ന് സിയിലെത്താൻ അതിന്റെ സമയം എത്ര തന്നെയാണ്? 12 സെക്കൻഡ് തന്നെയാണ് അയാൾ എടുത്തത്. ബി എന്ന് പറഞ്ഞ പൊസിഷനിൽ സിയിലോട്ട് എത്താൻ എടുത്ത ടൈമാണ്. അപ്പൊ ആ പൊസിഷൻസ് മാറാൻ എടുത്ത ടൈമാണ് എത്ര? അവിടുത്തെ 12 സെക്കൻഡ് എന്നുള്ളത്. സോ അവിടുത്തെ ടൈം മാറില്ല. 12 തന്നെ. 24 ഡിവൈഡ് ബൈ 12. അവിടെ ആൻസർ എത്ര തന്നെ വരും? 2 മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത് നമുക്ക് എന്ന് സിയില്, എ ടു ഡയറക്റ്റ് സി, ഈ മൊത്തം ജേണി നമ്മൾ എടുക്കുകയാണ്. അപ്പൊ എ ടു സിയിലെത്തുമ്പോൾ അയാൾ ഏത് വഴിയാണ് പോയെന്ന് ഓർത്തോളണം. ഇതുവഴി എന്താ പോയത്? ബി വഴിയാണ് പോയെന്ന് മറന്നു പോയത്. ഇവിടെ ചുമ്മാ വരച്ചേക്കുന്നതാണ്. അതിനാണ് നമുക്ക് മനസ്സിലാകും. ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് ബി വഴിയല്ലേ പോയത്. അപ്പൊ സഞ്ചരിച്ച പാത അഥവാ ട്രാവൽ ചെയ്ത പാത്തിന്റെ ലെങ്ത് എത്രയാണ്? ടോട്ടല് 3 ആയപ്പോൾ 10 മീറ്റർ പോയി. 3 ആയപ്പോൾ 24 മീറ്റർ പോയി. സോ ടോട്ടല് 24 + 10. ആൻസർ എത്ര വരും?
34 മീറ്റർ. 34 മീറ്റർ ആണ് അയാളുടെ ഡിസ്റ്റൻസ് ഇതോട്ട് ഇതുവരെ വന്നപ്പോൾ A to C. ഓക്കെ, A to C 34 മീറ്റർ. ഇനി ഡിസ്പ്ലേസ്മെന്റ് പറ, എഴുതിയിട്ടില്ല, പറ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്, എങ്ങനെ കണ്ടുപിടിക്കും ഡിസ്പ്ലേസ്മെന്റ്? A to C അല്ലേ, A ആണ് ഇനിഷ്യൽ പൊസിഷൻ, C ഫൈനൽ പൊസിഷൻ. സോ ഇവിടെ നിന്ന് ഇവിടെ വരെയാണ് അവിടുത്തെ ആ നേർരേഖ അകലം എത്രയാണ്? A to C. ആ ഷോർട്ടസ്റ്റ് ആ സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഇതെന്ന് വിളിക്കുന്നത്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത്. സോ എന്ന് സിയിലോട്ടുള്ള സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഇതാണ്, ഇതല്ല. കണ്ടോ, ഇവിടെ വന്നിട്ടൊരു ബെൻഡ് ഉണ്ട്, കണ്ടോ, ഇത് സ്ട്രൈറ്റ് ലൈൻ അല്ല. സോ ഈ സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് എത്രയാണ്? 26 മീറ്റർ. അതാണ് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ ആണോ? ഓക്കെ ആണോടെ? അപ്പൊ അതുപോലെ ഇവിടെ ടൈം പറയണോ? A to C യുടെ ടൈം എത്രയെന്ന് പറയണോ? പറയണോടെ? ആലോചിച്ച് നോക്ക്. A to B എത്രയാണ്? 5 സെക്കൻഡ്. A ന്ന് ബിയിലെത്താൻ എത്ര സെക്കൻഡ് എടുത്തു? 5 സെക്കൻഡ് എടുത്തു. B to C എത്ര? 12 സെക്കൻഡ് എടുത്തു. സോ ടോട്ടൽ A ന്ന് സിയിലോട്ട് എത്താൻ അവൻ എത്ര ടൈം എടുത്തു? എത്ര സെക്കൻഡ് എടുത്തടേ? 12 5 17 സെക്കൻഡ് എടുത്തു. സോ മറന്നോ, ഇത് A to C യിലെത്താൻ എടുത്ത ടോട്ടൽ ടൈം കണ്ടുപിടിക്കുക. ഇനി രണ്ട് ആ സെപ്പറേറ്റ് ടൈമുകൾ എടുത്ത് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ആലോചിച്ച് നോക്കിയാൽ മതി. ഇവിടെ നിന്ന് ഇവിടെ വരെ എത്താൻ 5 സെക്കൻഡ്, ഇവിടെ നിന്ന് ഇവിടെ വരെ എത്താൻ 12 സെക്കൻഡ്. സോ മൊത്തം അയാൾ എടുത്തത് 17 സെക്കൻഡാണ്. 17 സെക്കൻഡ് A to C എത്താൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്പീഡ് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? സ്പീഡ് 34 ബൈ ടോട്ടൽ ടൈം 17. 34 മീറ്റർ ആണ് മൊത്തം സഞ്ചരിച്ച ദൂരം, ഡിസ്റ്റൻസ്. അതിനടുത്ത ടൈം എത്ര? 17 സെക്കൻഡ്. സോ 34 ബൈ 17 എത്ര കിട്ടും? 17 ഇരട്ടിയാണ് 34. സോ ആൻസർ 2 മീറ്റർ പെർ സെക്കൻഡ്. ചെയ്ത് നോക്കണേ. 34 ബൈ 17. അടുത്തത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് വെലോസിറ്റി. ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ വ്യത്യാസം വന്നു, കണ്ടാ 34 അല്ല, ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 26 ആണ്. സോ ഇവിടുത്തെ ആൻസർ എന്ത് വരും? 26 ഡിവൈഡഡ് ബൈ ടൈം മാറൂല, എത്ര? 17 പോയിന്റ് വരും. 26 ബൈ 17 മീറ്റർ പെർ. ചെയ്ത് നോക്കിയാൽ ഒരു പോയിന്റ് വരും. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കൺസെപ്റ്റുകളാണ്, മറന്നു പോകരുത്. A to C യിലെത്തിയപ്പോൾ അയാളെ ഡിസ്പ്ലേസ്മെന്റ് മാറിക്കണ്ട. ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്. സോ 26. പക്ഷെ ടൈം അയാൾ A ന്ന് C യിലെത്താൻ എടുത്ത ടൈം തന്നെ എടുക്കണം. അയാൾ ഇതുവഴിയാണ് പോയത്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അയാൾ 5 സെക്കൻഡ് പ്ലസ് 12 സെക്കൻഡ്, മൊത്തം എത്ര സെക്കൻഡ് എടുത്തു? A ന്ന് C യിലെത്താൻ എടുത്ത ടൈം എത്ര? 17 സെക്കൻഡ്. സോ വെലോസിറ്റി കണ്ടുപിടിക്കുമ്പോൾ ടൈം ശ്രദ്ധിക്കുക. ഈ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ പോയ ടൈം അല്ല എടുക്കാനുള്ള, ആ രണ്ട് പൊസിഷൻസ് ചേഞ്ചിലുണ്ടായ ടൈമാണ്. A ന്ന് അയാൾ C യിലെത്താൻ എടുത്ത ടൈമാണ് മൊത്തം എത്ര? 17 സെക്കൻഡ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റോ വെലോസിറ്റിയോ കണ്ടുപിടിക്കുമ്പോൾ പാത്തിന് പ്രാധാന്യം ഇല്ല. ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനുമാണ് പ്രാധാന്യം. ഓക്കെ, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ നേരെ തിരിച്ചാണ്. പാത്ത് നമ്മൾ നോക്കണം. പാത്തിന്റെ ലെങ്ത് അനുസരിച്ചാണ് ഡിസ്റ്റൻസും. അതിന് ആ ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? സ്പീഡും കണ്ടുപിടിക്കും. മിസ്സാകരുത്. അപ്പോൾ ഇത്രയും നോക്കുക. വീഡിയോ പോസ് ചെയ്ത് ഈ പ്രോബ്ലം സ്വന്തമായിട്ട് ആ ടേബിൾ വരച്ചെടുത്ത് ചെയ്യുക. ഓക്കെ, അപ്പോൾ സ്വന്തമായിട്ട് ഈ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, നിങ്ങളുമായിട്ട് നോക്കുക. A ന്ന് ബിയിൽ പോയി, B ന്ന് C പോയി. അപ്പോൾ ഈ തിരിച്ച് C ന്ന് തിരിച്ച് A യിലോട്ട് വന്നു കഴിഞ്ഞാൽ, C ന്ന് തിരിച്ച് A യിലോട്ട് ഇങ്ങനെ ഒരു പാത്ത് ഉണ്ടായിരുന്നെന്ന് വെച്ചോ. C ന്ന് തിരിച്ച് A യിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റി എത്രയായിരിക്കും? C യിൽ നിന്ന് തിരിച്ച് A യിലോട്ട് വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റി എത്ര? ഞാൻ പഠിപ്പിച്ചപ്പോൾ ഒരു പോയിന്റ് പറഞ്ഞായിരുന്നു. ഒരാൾ ട്രാവൽ ചെയ്ത് തുടങ്ങി തിരിച്ച് അതേ പാത്തിൽ തിരിച്ചു വരുമ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മളിത് 10 പ്ലസ് 24 പ്ലസ് അടുത്ത 26 കൂട്ടിയാൽ മതി, അതിൻ്റെ ഡിസ്റ്റൻസ് കിട്ടും. ടൈം കിട്ടാനായി ഇവിടെ നിന്നായിട്ടുള്ള ടൈം നോക്കിയാൽ മതി. ഞാൻ ആ ടൈം തന്നിട്ടില്ല, അങ്ങനെ ഒരു ടൈം കൂടെ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ചോദിച്ചത് എന്തൊക്കെയാണ്? ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റിയാണ്. ഡിസ്റ്റൻസിൻ്റെ കാര്യം ഞാൻ വേണ്ടിയില്ല, കാര്യം ടൈമും തന്നിട്ടില്ല. അതുകൊണ്ടാണ് സ്പീഡിൻ്റെ ഡിസ്റ്റൻസിൻ്റെ കാര്യം പറയാത്തത്. ഇത് നമുക്ക് അല്ലാതെ തന്നെ പറയാൻ പറ്റും, ഡിസ്പ്ലേസ്മെന്റിന്റെ വെലോസിറ്റിയുടെ കാര്യം. കാര്യം എന്താണ്? ഒരു വസ്തു മോഷൻ ആരംഭിച്ച്, ചലനം ആരംഭിച്ച് തിരിച്ച് അതേ പൊസിഷനിൽ തന്നെ വന്നു കഴിഞ്ഞാൽ, ഇനീഷ്യലായിട്ട് എവിടെ തുടങ്ങിയോ അവിടെ തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? ഇവിടെ
എത്ര ആയിരിക്കും ഇവിടെ? 0 ആയിരിക്കും. 0 മീറ്റർ ആയിരിക്കും. സോ ഡിസ്പ്ലേസ്മെന്റ് 0 ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് എന്തോ വെലോസിറ്റി. സോ 0 ഡിവൈഡഡ് ബൈ ഏത് ടൈം എടുത്താലും ആൻസർ 0 വരും. സോ ഡിസ്പ്ലേസ്മെന്റിന്റെ സ്ഥാനത്തും വെലോസിറ്റിയുടെ സ്ഥാനത്തും എന്ത് വരും? 0 വരും. കാര്യം എന്താണ്? എയിൽ നിന്ന് തുടങ്ങി തിരിച്ചയവൻ എവിടെ തന്നെ എന്നു? എയിൽ തന്നെ തിരിച്ചെത്തി. ഓക്കെ, അപ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കുക. ആ ടൈപ്പ് പ്രോബ്ലംസ് നമ്മളൊരെണ്ണം പഠിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. സ്റ്റോൺ മുകളിലോട്ട് പോയിട്ട് തിരിച്ച് നമ്മളെ പൊസിഷനിൽ തന്നെ തിരിച്ചു വരുമ്പോൾ അതിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 0 ആണ്. പോയിട്ട് തിരിച്ച് അതേപോലെ കയ്യിൽ വരികയാണ്. അപ്പം ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം. അതുകൊണ്ടാണ് ആൻസർ എന്തായത്? 0 ആയത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള ഒരു ഫസ്റ്റ് മോഡൽ പ്രോബ്ലംസ്. ഇതിനകത്ത് നമ്മൾ എന്തായാലും കണ്ടുപിടിച്ചു? ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, സ്പീഡ്, വെലോസിറ്റി. അപ്പോൾ ഇതെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും വെച്ച് എന്താ കണ്ടുപിടിക്കാം? സ്പീഡും വെലോസിറ്റിയും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്തതിനകത്ത് വരുന്നത് ആക്സിലറേഷൻ അഥവാ ത്വരണം. അതിന്റെ പ്രോബ്ലംസ് ആണ് ഇത്. അപ്പൊ ത്വരണം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പറഞ്ഞു? അതിന്റെ ഇക്വേഷൻ വെച്ച് പറയാം. v minus u by t. അന്തിപ്രവേഗം മൈനസ് ആദ്യപ്രവേഗം ബൈ സമയമാണ്. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം ആണ്. ഓക്കെ, മലയാളത്തിൽ ഇംഗ്ലീഷ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ത്വരണം അഥവാ ആക്സിലറേഷൻ v minus u ഡിവൈഡഡ് ബൈ t ആണ് കണ്ടുപിടിക്കുന്ന സമവാക്യം. ഞാൻ നേരത്തെ വെലോസിറ്റിയും സ്പീഡൊക്കെ എന്താണെന്ന് പറഞ്ഞു. 2 മീറ്റർ പെർ സെക്കൻഡ്. എൻ്റെ അർത്ഥം എന്തുവാ? പഠിപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് 1 സെക്കൻഡിൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് 2 മീറ്റർ എന്നാണ്. സ്പീഡാണെങ്കിൽ 2 മീറ്റർ ആണ് അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ്. ഇത് വെലോസിറ്റി ആണ്. 2 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി എന്ന് പറയുകയാണെങ്കിൽ 1 സെക്കൻഡിൽ അത് 2 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്യും. ഓക്കെ, 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അർത്ഥം 1 സെക്കൻഡിൽ 5 മീറ്റർ ആണ് അത് കവർ ചെയ്യുന്നത്. ഓക്കെ, അതാണ് മീറ്റർ പെർ സെക്കൻഡ് അർത്ഥം. അപ്പോൾ അത് മറന്നു പോകരുത്. അതിൽ നിന്ന് ടൈം വ്യത്യാസപ്പെട്ടിട്ടേക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മൾ കുറച്ച് ക്ലാസ്സുകളിൽ ചോദിച്ച കണക്കുള്ള ക്വസ്റ്റ്യൻസ് വരാം, ഇനിയും വരാം. അപ്പോൾ അതുകൊണ്ട് ഡിസ്റ്റൻസും ടൈമൊക്കെ തമ്മിലുള്ള ഇക്വേഷൻസ് എല്ലാം പഠിച്ചിരിക്കണം. ഈ ഒരു കൺസെപ്റ്റ് ആലോചിച്ചോളണം. യൂണിറ്റ് ടൈമാണ് ഞാൻ 1 സെക്കൻഡ് വെച്ച് പറയുന്നത്. യൂണിറ്റ് ടൈമിലുള്ള കവർ ചെയ്ത ഡിസ്റ്റൻസ് ആണ് സ്പീഡ്, ഡിസ്പ്ലേസ്മെന്റ് ആണ് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആ വെലോസിറ്റിയിലുള്ള ചേഞ്ചിനെ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിനെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതാണ് എന്തോന്ന്? ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ചേഞ്ച്. എന്തിലുള്ള? വെലോസിറ്റി ചേഞ്ചിലുള്ള റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് ചേഞ്ച്. അതിനനുസരിച്ച് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ സമയത്തിനനുസരിച്ചിട്ടുള്ള കാര്യത്തിനാണ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുമ്പോൾ ടൈമിനനുസരിച്ചിട്ടുള്ള ചേഞ്ച്, അതാണ് റേറ്റ്. ഇപ്പോൾ ടൈമിനനുസരിച്ച് വെലോസിറ്റി എത്രത്തോളം മാറും. ജസ്റ്റ് ഒരു ചെറിയൊരു പ്രോബ്ലം. ഒരു വെഹിക്കിള് ഏതെങ്കിലും ഒരു വെഹിക്കിള് പോകുന്നത് 15 മീറ്റർ പെർ സെക്കൻഡിലാണ്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് 15 മീറ്റർ പെർ സെക്കൻഡിൽ. അത് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുകയാണ്. പോയി പെട്ടെന്ന് വെഹിക്കിൾ പോയപ്പോൾ പെട്ടെന്ന് ഒരാൾ വന്ന് മുമ്പിൽ ചാടി. അപ്പോൾ പെട്ടെന്ന് അത് ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് 5 സെക്കൻഡ് കൊണ്ട് അത് റെസ്റ്റിലോട്ട് എത്തി. അതായത് 5 സെക്കൻഡ് അയാളെ കണ്ട് ബ്രേക്ക് അമർത്തി 5 സെക്കൻഡ് ആയപ്പോൾ വണ്ടി എന്ത് ചെയ്തു? റെസ്റ്റിലോട്ടായി. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. അയാൾ രക്ഷപ്പെട്ടു. വണ്ടി 5 സെക്കൻഡ് കൊണ്ട് നിന്നു. അങ്ങനെയാണെങ്കിൽ ആ വണ്ടിക്കുണ്ടായ വെലോസിറ്റി ചേഞ്ച് അതിൻ്റെ റേറ്റ് എത്രയാണ്? അല്ലെങ്കിൽ ആക്സിലറേഷൻ്റെ വേറൊരു ടൈം കൂടെ നമ്മൾ പഠിച്ചല്ലോ. ആക്സിലറേഷൻ്റെ വേറൊരു ടൈം കൂടെ പഠിച്ചല്ലോ. വേറൊരു ടൈപ്പ് ആക്സിലറേഷൻ റിട്ടാർഡേഷൻ, മന്ദീകരണം അഥവാ റിട്ടാർഡേഷൻ, മന്ദീകരണം അല്ലേ? അപ്പോൾ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ്റെ ടൈം തന്നെയാണ്, പക്ഷെ അതിനകത്ത് എന്ത് വരും? ഒരു നെഗറ്റീവ് കൂടെ വരും. അത് വെലോസിറ്റി കൂടുന്ന തന്നെയാണ് നമ്മൾ സാധാരണയായിട്ട് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. വെലോസിറ്റി കുറയുന്നതിന് റിട്ടാർഡേഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ബ്രേക്ക് ചെയ്തേലേ. ഇപ്പോൾ വെലോസിറ്റി 15 മീറ്റർ പെർ സെക്കൻഡ് നിന്ന് അത് എന്തിലോട്ട് വന്നു?
കാർ റെസ്റ്റിലോട്ട് വന്നില്ലേ, ഒരു വെഹിക്കിൾ ആണെങ്കിൽ ആ വെഹിക്കിൾ റെസ്റ്റിലോട്ട് വന്നില്ലേ, അപ്പോൾ അതിന്റെ വെലോസിറ്റി എത്ര? 0 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ വെലോസിറ്റി കൂടിയോ കുറഞ്ഞു? അപ്പോൾ 15 മീറ്റർ പെർ സെക്കൻഡിന് എത്രയിലോട്ടായി? 0. അപ്പോൾ വെലോസിറ്റി എന്ത് ചെയ്തേ? കുറഞ്ഞു. സോ 15 0 ആയി. സോ ചേഞ്ച് എത്ര? വെലോസിറ്റി ചേഞ്ച് എത്രയുണ്ട്? വെലോസിറ്റി ചേഞ്ച് എത്ര? ഫൈനൽ മൈനസ് ഇനിഷ്യലാണ് എടുക്കാനുള്ളത്. 0 മൈനസ് 15. 0 നിന്ന് 15 കുറച്ച് മൈനസ് 15 മീറ്റർ പെർ സെക്കൻഡ് ആണ് അവിടുത്തെ വെലോസിറ്റി ചേഞ്ച്. വെലോസിറ്റി ചേഞ്ച് നമുക്ക് ഇങ്ങനെ കൊടുക്കാം v മൈനസ് u. നമ്മൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഈ v യും u ഒക്കെ എടുത്ത് എഴുതണം. അപ്പോൾ v എത്ര? 0 മീറ്റർ പെർ സെക്കൻഡ്. u എത്ര? 15 മീറ്റർ പെർ സെക്കൻഡ്. സോ v മൈനസ് u എത്ര? മൈനസ് 15 മീറ്റർ പെർ സെക്കൻഡ്. അതാണ് കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് വേണ്ട എന്താണ്? ആക്സിലറേഷൻ. സോ ഇവിടെ ആക്സിലറേഷൻ കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു നെഗറ്റീവ് സൈൻ വരും. കാര്യം എന്താണിത്? ഒരു റിട്ടാർഡഡ് മോഷൻ ആണ്, റിട്ടാർഡേഷൻ ആണ്, വെലോസിറ്റി കുറയുകയാണ്. സോ ഇവിടെ ചെയ്യുമ്പോൾ ആക്സിലറേഷൻ്റെ ചെയ്ത് വരുമ്പോൾ മൈനസ് 15 ഇനി ആ വെലോസിറ്റി ചേഞ്ചിന് എടുത്ത ടൈമാണ് ഇവിടെ കൊടുക്കുക. അപ്പോൾ എത്രയായി? 15 നിന്ന് 0 ആയി. ആ 15 നിന്ന് 0 ആവാൻ എടുത്ത ടൈമാണ്, ആ കാർ നിൽക്കാൻ എടുത്ത ടൈമാണ് എത്ര? 5 സെക്കൻഡ്. അപ്പോൾ ആ വെലോസിറ്റി ചേഞ്ചിന് എത്ര സമയം എടുത്തു? 5 സെക്കൻഡ് എടുത്തു. സോ അവിടുത്തെ ടൈം ടേക്കൺ എത്ര? 5 സെക്കൻഡ്. 15/5 എത്രയാണ്? 15/5 എത്രയുടെ? 3. സോ 3 മീറ്റർ പെർ യൂണിറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, സെക്കൻഡ് സ്ക്വയർ എന്നാണ്. 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കേട്ടാ. അപ്പം -15/5 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ സെക്കൻഡ്. അപ്പോൾ അവിടെ 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് യൂണിറ്റ് വരുന്നത്, മീറ്റർ പെർ സെക്കൻഡ് അല്ല. 3 എന്ന് പറയുമ്പോൾ അതിനൊരു സൈൻ കൂടെ വേണം. ഏതാണ്? നെഗറ്റീവില്ലേ, -15 അല്ലേ എടുത്താ. സോ -3 ആണ് അടുത്ത. പിന്നെ മൈനസ് ആണ് നമ്മളെ എന്താണെന്ന് സൂചിപ്പിക്കുന്നത്? റിട്ടാർഡേഷൻ ആണ് സൂചിപ്പിക്കുന്നത്. അതായത് വെലോസിറ്റി കുറഞ്ഞു വരുവാണെന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിച്ച അതിൻ്റെ മീനിങ് പറഞ്ഞു. എന്താണ് അതിൻ്റെ മീനിങ്? ഒരു സെക്കൻഡിൽ 3 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി. മൈനസ് ആയതുകൊണ്ട് നമുക്ക് പറയാം എന്ത് ചെയ്യുന്നു? കുറയും. പ്ലസ് ആയിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞാൽ വെലോസിറ്റി കൂടും. അപ്പോൾ ഇവിടെ കുറയാണ് വേണ്ടത്. 15 നിന്ന് 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എത്രയായി? 3 കുറഞ്ഞ് 12 ആയി, 9 ആയി, 6 ആയി. 3 വെച്ച് കുറഞ്ഞ് പോകും. അങ്ങനെ എത്രയായി മാറി? 5 സെക്കൻഡ് കൊണ്ട് 0 ആയി മാറി എന്നാണ് ഈ ഒരു ക്വാണ്ടിറ്റി കാണിക്കുന്നത്. 1 സെക്കൻഡിൽ എത്ര വെലോസിറ്റി ചേഞ്ച് ഉണ്ടായെന്നാണ് ആര് കാണിക്കുന്നത്? റിട്ടാർഡേഷനിൽ അല്ലെങ്കിൽ ആക്സിലറേഷനിൽ നമ്മൾ കാണുന്നത് ഈ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞ യൂണിറ്റ് കാണിക്കുന്നത്. 1 സെക്കൻഡിൽ എത്ര ചേഞ്ച് ഉണ്ടായി? ഇവിടെ -3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആകുമ്പോൾ 1 സെക്കൻഡിൽ -3 അഥവാ 3 കുറഞ്ഞു എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്യുക. ഇതേപോലെ ഒരു പ്രോബ്ലം ടെക്സ്റ്റിലുണ്ട്, അതുകൂടെ ചെയ്ത് പഠിക്കുക. റിട്ടാർഡേഷൻ്റെയും ആക്സിലറേഷൻ്റെയും പ്രോബ്ലം. ആക്സിലറേഷൻ ആകുമ്പോൾ നേരെ തിരിച്ച് വേറൊരു പ്രോബ്ലം ഇതേപോലെ തിരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡി പയ്യെ മൂവ് ചെയ്ത് എത്രയിലോട്ട് എത്തി? 15 മീറ്റർ പെർ സെക്കൻഡിലോട്ട് എത്തി. എത്ര സെക്കൻഡ് കൊണ്ടാണെന്ന് വെച്ചോ? 5 സെക്കൻഡ് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രോബ്ലം നേരെ തിരിയും. ആൻസർ 15 - 0/5 എന്നാവും. ആൻസർ +3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാവും. അവിടെ നമ്മൾ എടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഓരോ സെക്കൻഡിലും 3 മീറ്റർ പെർ സെക്കൻഡ് വേഗത കൂടുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ചേഞ്ച്, അല്ലെങ്കിൽ വെലോസിറ്റി ചേഞ്ചിന്റെ റേറ്റിനെ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ. 1 സെക്കൻഡിൽ ഉണ്ടാകും ആ വെലോസിറ്റി ചേഞ്ച് ആണ്. അത് കൂടുതലാണെങ്കിൽ നമ്മൾ സാറിന് ആക്സിലറേഷൻ എന്ന് പറയും. വെലോസിറ്റിയുടെ കുറവാണെങ്കിൽ അത് റിട്ടാർഡേഷൻ എന്നും പറയും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിനകത്തുള്ള മെയിൻ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് പിന്നെ ഉള്ളത് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ ഒരു പ്രോബ്ലമാണ്. ആവറേജ് സ്പീഡ് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ടോട്ടൽ ഡിസ്റ്റൻസും ടോട്ടൽ ടൈമും എടുത്ത് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പ്രോബ്ലം, എയിൽ നിന്ന് ബിയിലോട്ട് ഒരാൾ പോവുകയാണ്. എയും ബിയും തമ്മിലുള്ള അകലം 100 മീറ്റർ ആണ്. ഓക്കെ, അങ്ങോട്ട് പോകുമ്പോൾ ഒരു 2 മീറ്റർ പെർ സെക്കൻഡിലാണ് പോയത്. ഇങ്ങോട്ട് വന്നപ്പോൾ 5 മീറ്റർ പെർ സെക്കൻഡിലാണ് വന്നത്. സ്പീഡാണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തിരിച്ച് അതേ പൊസിഷനിൽ വന്നാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നു. അങ്ങോട്ട് പോയത് ഒരു സ്പീഡിൽ, ഇങ്ങോട്ട് വന്നത് വേറൊരു സ്പീഡിൽ. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് എത്ര അങ്ങനെ കണ്ടുപിടിക്കും?
അപ്പോൾ ആവറേജ് സ്പീഡ് നമുക്കറിയാം ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ എന്തെടുക്കണം, ടൈം ടേക്കൺ. ആ ജേണിക്കുള്ള ആ ട്രാവലിനുള്ള ടോട്ടൽ ടൈം ടേക്കൺ എടുക്കണം. ഇതാണ് ആവറേജ് സ്പീഡ്. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര, അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ആ ട്രാവലിന് ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര, അങ്ങോട്ട് 100 ഇങ്ങോട്ട് 100, അപ്പോൾ എത്ര, ഇക്വൽ ടു 200 മീറ്റർ. ഇത് ടൈമാണ് വിഷയം. അങ്ങോട്ട് പോയപ്പോഴുള്ള ടൈമും ഇല്ല, ഇങ്ങോട്ട് വന്നപ്പോഴുള്ള ടൈമും ഇല്ല, പക്ഷെ സ്പീഡ് ഉണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ ആ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കണം. സ്പീഡ് ഇസ് ഈക്വൽ ടു നമുക്കറിയാം എന്താണ്, ഡിസ്റ്റൻസ് ബൈ ടൈം. ഇതിൽ നിന്ന് ടൈം കണ്ടുപിടിക്കാൻ പറ്റും. ബാക്കി രണ്ടെണ്ണം ഉണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ഇക്വേഷൻസ് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ മൂന്നാമത്തെ കണ്ടുപിടിക്കും. അപ്പോൾ ടൈം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അതൊന്ന് പഠിച്ചു വെച്ചേക്കണം. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോൾ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, സ്പീഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ടൈം കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ഡിസ്റ്റൻസ് എത്ര, അങ്ങോട്ട് പോയപ്പോൾ 100 മീറ്റർ ബൈ 2, 100/2 എത്ര, 100 മീറ്റർ ആണ്, 2 മീറ്റർ പെർ സെക്കൻഡ്. 100/2 50. ടൈമല്ലേ കണ്ടുപിടിച്ച, സോ 50 സെക്കൻഡാണ് അങ്ങോട്ട് പോയ ടൈം. അങ്ങോട്ട് പോയ ടൈം എത്രയാണ്, 50 സെക്കൻഡ്. ഇങ്ങോട്ട് വന്ന ടൈം അങ്ങനെ കണ്ടുപിടിക്കും. അങ്ങോട്ട് പോയ ടൈം അല്ല, ഇതുകൊണ്ടോടെ കൂട്ടി വയ്ക്കരുത്, കാരണം സ്പീഡ് മാറി. ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ടൈം എത്ര, 100/5 ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സ്പീഡ് എത്ര മാറി, 5 മീറ്റർ പെർ സെക്കൻഡ് ആയി. അപ്പോൾ 100/5 എത്ര, 20 സെക്കൻഡ്. സോ അങ്ങോട്ട് 50 സെക്കൻഡ് എടുത്ത് ഇങ്ങോട്ട് ഇത്ര എടുത്തോളൂ, 20 സെക്കൻഡേ എടുത്തോളൂ. കാര്യം എന്താണ്, സ്പീഡ് കൂടുതലായിരുന്നു. സോ ടോട്ടൽ ടൈം എത്ര കിട്ടി, അങ്ങോട്ട് പോകാൻ 50, ഇങ്ങോട്ട് വരാൻ 20. ടോട്ടൽ ടൈം എത്ര, 70 സെക്കൻഡ്. ഇനി ആവറേജ് കണ്ടുപിടിക്കുക. ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു 200/70. അതാണ് എന്തെന്ന് പറയുന്നത്, ആവറേജ് സ്പീഡ്. ഓക്കെ, ഇപ്പോൾ ഇത് ചെയ്യുന്ന നമ്മൾ ആ ഉത്തരത്തിൻ്റെ അല്ല കൂടുതൽ ഇമ്പോർട്ടൻസ് ചെയ്തു വരുന്ന സ്റ്റെപ്പാണ്. കൂടുതലും നമുക്ക് ഇങ്ങനെയുള്ള പ്രാക്ടീസ് കൂടുതൽ വരാറില്ല. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ കണക്കാണ് അങ്ങനെ പ്രാക്ടീസ് വരുന്നത്. കൂടുതലും എളുപ്പമുള്ള കണക്കുകളാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ ചെയ്യേണ്ട രീതിയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ആദ്യം ചെയ്തെന്താണ്, ടൈം കണ്ടുപിടിച്ചു. നമുക്ക് വേണ്ട എന്തൊക്കെയായിരുന്നു, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ് ആവറേജ് സ്പീഡ്. ഡിസ്റ്റൻസ് നമുക്ക് അറിയാമായിരുന്നു, അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ എത്രയെന്ന് അറിയാമായിരുന്നു. ഇനി ടൈം നമുക്ക് അറിഞ്ഞുപോയിരുന്നു, അത് കണ്ടുപിടിച്ച് എങ്ങനെ, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഇട്ട് കണ്ടുപിടിച്ചു. ഡിസ്റ്റൻസ് അങ്ങോട്ട് പോയ ഡിസ്റ്റൻസ് 100 ആണ്, അതിനടുത്ത സ്പീഡ് എത്രയായിരുന്നു, 2 മീറ്റർ പെർ സെക്കൻഡ്. അത് ചെയ്തപ്പോൾ 50 സെക്കൻഡ് ടൈം കിട്ടി. ഇങ്ങോട്ട് വന്നപ്പോൾ അത് ചെയ്തപ്പോൾ 20 സെക്കൻഡ് കിട്ടി. ടോട്ടൽ ടൈം 50 + 20 70 സെക്കൻഡ് കിട്ടി. ഡിവൈഡ് ചെയ്യുമ്പോൾ ആവറേജ് സ്പീഡായി. അപ്പോൾ ഇതാണ് അവിടുത്തെ ചെയ്യുന്ന രീതി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി സ്ലോ ചെയ്ത് പയ്യെ നോക്കി പഠിക്കുക. ഓക്കെ, നോക്കി പഠിച്ചാൽ പോരാ, പ്രോബ്ലംസ് ആദ്യം ഒന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് അത് പിന്നെ ഒരു നോട്ടിൽ നമ്മൾ ചെയ്ത് പഠിക്കണം. ഓക്കെ.